സാറ് സ്വകാര്യ മേഖലയിൽ ധാരാളം അനുഭവങ്ങൾ നേരിട്ടുണ്ടല്ലോ. സ്വകാര്യ മേഖലയിൽ ഒരു സാധാരണ കേൾക്കുന്നത് മനുഷ്യർ ഇവിടുന്ന് സാധാരണക്കാർ കേൾക്കുന്നത് ഒരുപാട് സൂത്രപ്പണികളും വക്രതകളും ഒക്കെ ഉള്ള ഏർപ്പാടായിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വക്രമായ ഒരു സൂത്രപ്പണിയുടെ ക്രൂക്കഡ്നെസ്സിൻ്റെ നടുക്ക് വന്നുപെടുകയും അതിൽ നിന്ന് വിദഗ്ധമായി പുറത്തു വരികയും ചെയ്തൊരു അനുഭവങ്ങളും സാറിനുണ്ടാവുമല്ലോ. ആ ഒരു അനുഭവത്തെ വിശദീകരിക്കാമോ? അതിനോട് 100% യോജിക്കാൻ എനിക്ക് പറ്റാത്തത്, ഞാൻ ജോലി ചെയ്ത സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തത് അങ്ങനെയുള്ള വന്നാൽ ഞാൻ അവിടുന്ന് ഒരു മാസത്തിനുള്ളിലോ അല്ലെ കുറേ ദിവസങ്ങൾക്കുള്ളിലോ വിട്ടു പോരാറുള്ളത്. ഇങ്ങനത്തെ അങ്ങനെയുള്ള ആളെന്ന് കണ്ടാൽ. അപ്പോൾ അതിൻ്റെ വിവരത്തിൽ നിന്ന് അത് സേവ് ചെയ്യാൻ നിൽക്കാൻ എനിക്ക് നമുക്ക് പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളുടെ ശക്തിക്കും സ്വാധീനത്തിനും ബുദ്ധിക്കും കഴിവിനും അതീതമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ വന്നാൽ അവിടുന്ന് വിഡ്രോവൽ സിൻഡ്രോം ആയിരുന്നു ഞാൻ ചെയ്യാറുള്ളത്. അവിടെ നിന്നിട്ട് രക്തസാക്ഷി ആകുന്നതിലും നല്ലത് ആയാലും പ്രയോജനമൊന്നുമില്ല, അത് വേറെ എവിടെയെങ്കിലും സേവനം ചെയ്യാവുന്ന രീതിയിൽ. എങ്കിലും 1-2 കാര്യങ്ങൾ പറഞ്ഞാൽ, ഞാൻ 2 വർഷത്തോളം ജോലി ചെയ്തൊരു സ്ഥാപനത്തിൽ ഞാൻ ആദ്യമേ പോയി ജോലി ചെയ്യുമ്പോൾ അന്നത്തെ ആൾ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ ഇൻവിറ്റേഷൻ അനുസരിച്ച് ഞാൻ പോയി. അവിടുത്തെ HR അഡ്മിനിസ്ട്രേഷനാണ്. അദ്ദേഹത്തെ പരിചയപ്പെടാൻ കാരണത്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൽ ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. ഞാൻ അന്ന് എനിക്ക് ചെറിയ വല്ലാത്ത വിഷമമായി വന്ന് പാലാഴിയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പം ഒരു 18-19 മണിക്കൂർ വർക്ക് ചെയ്യും, ഉറങ്ങാറില്ലായിരുന്നു. അപ്പം SUTയിൽ നിന്നും അന്നത്തെ ഒരു കൺസൾട്ടൻ്റ് എന്നെ കൊണ്ടുപോയപ്പം എല്ലാം പറഞ്ഞിട്ട് ഫിലിപ്പേഴ്സിനെ കാണാൻ പറഞ്ഞു. ഫിലിപ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് അവിടെ എല്ലാം ചെയ്തപ്പോൾ ഞാൻ അവിടെ നിന്നുള്ള സകല റിപ്പോർട്ടും കൊടുത്തു. അതിൻ്റെ തലേദിവസം ചെയ്തപ്പോൾ ഫിലിപ്പേഴ്സും പറഞ്ഞു അതല്ല ഇവിടെ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചു. ഞാൻ വിചാരിച്ചു ഇതെന്തിനാ ഇവിടെ പിന്നെയും. അപ്പം പുള്ളി പറഞ്ഞു ഇറ്റ് ഈസ് നോട്ട് ദ മെഷീൻ മാറ്റേഴ്സ്, ഇറ്റ് ഈസ് ദ പേഴ്സൺ സിറ്റിംഗ് ബിഹൈൻഡ് ദ മാറ്റേഴ്സ് ആൻഡ് വാച്ചിങ് ഇറ്റ് മാറ്റേഴ്സ്. അയാൾ കണ്ടതല്ല ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു. അതെനിക്കൊരു വലിയ ഗുണപാഠമാണ്. നമ്മൾ സ്വന്തമായിട്ട് കണ്ടിട്ടെടുക്കണം, വേറുള്ളവർ പറയുന്നതല്ല ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അവിടെ വർക്ക് ചെയ്തപ്പോൾ നല്ലപോലെ വർക്ക് ചെയ്തു, എനിക്കിതെല്ലാം സ്വാതന്ത്ര്യം തരണം. അത് കഴിഞ്ഞ് അത് ഷെയറിന് വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തോട് അത് പറഞ്ഞു വേണ്ടി വന്നപ്പോൾ ഞാൻ വേറെ ഒരു കൊച്ചിൻ രൂപതയായിട്ടൊരു അവർക്കൊരു നേഴ്സിംഗ് കോളേജ് കിട്ടി. അപ്പോൾ അത് വേണ്ടാന്ന് അന്നത്തെ ചെയർമാൻ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തന്നെ കാശ് അടക്കുകയും മുഴുവൻ കൺട്രോളും അദ്ദേഹത്തിൻ്റെ വന്നു. അദ്ദേഹത്തിൻ്റെ വന്നപ്പോൾ അദ്ദേഹം ബാക്കി ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഡയറക്ടേഴ്സിനെ MRI സ്കാൻ ഒരാളുടെ ആയി, പിന്നെ ക്യാൻറ്റീൻ ഒരാളുടെ ആയി, അങ്ങനെ ഓരോന്നായിട്ട് കൊടുത്തു. അപ്പോൾ അവർക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ MRI സ്കാൻ നടന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ മെഡിക്കൽ ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടം വരുന്ന കാര്യം, നല്ല പ്രാക്ടീസുള്ള ഒരു ഡോക്ടർ ചോദിക്കുമ്പോൾ പല ഹോസ്പിറ്റലുകളും ചെയ്യുന്നത്, ഞാൻ ഇരുന്നിടത്ത് അത് ചെയ്തിട്ടില്ല എങ്കിലും ചെയ്യുന്നത്, ഇപ്പം കിട്ടുന്നതിൽ ആ പുള്ളി 50% ചോദിക്കും, ഒരു 10,000 രൂപ കൊടുക്കാം. അത് കഴിഞ്ഞ് പറയും ഡോക്ടറെ ഇവിടെ ഇപ്പോൾ ഇത്ര ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, ഇത്ര സ്കാനിങ് ഉണ്ട്, ഇത്ര ഇതുണ്ട്, അതിൻ്റെ മുകളിൽ വരുന്നതിൻ്റെ 50% ഡോക്ടർക്ക് തരാമെന്ന് പറയും. അപ്പം വേണ്ടേലും കാശുള്ളതുകൊണ്ട് നീ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇരുന്ന കാലത്ത് എനിക്കത് ചെയ്യിക്കാതിരിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ളൊരു കാര്യം ഇന്ന് തീർച്ചയായിട്ടും നടക്കുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മരുന്ന് തീറ്റിക്കുന്ന മനുഷ്യർ കേരളത്തിലാണ്. എന്തുകൊണ്ടാണ് സാർ കേരളത്തിലെ ഭരണകൂടങ്ങൾക്ക് അതിനെ തടയാവുന്ന ഒരു റെഗുലേഷൻ നിർമ്മിക്കാൻ കഴിയാത്തത്, റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്തത്? അത് ചിലപ്പം പറയുകയാണെങ്കിൽ ഇരിക്കുമ്പോഴേ, ഇപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, ഭരിക്കുന്ന പാർട്ടിക്ക് ആളിനെ ഇറക്കാൻ വണ്ടി വേണമെങ്കിൽ ഒരു RTOയുടെ ആയിരിക്കും പറയുന്നത് 2 വണ്ടി വിട്ടു കൊടുക്കാൻ. അയാളത് റെസിസ്റ്റ് ചെയ്താൽ അത് കൊടുക്കുന്ന ഒരു RTO അവിടെ ഇരിക്കും, ഇയാൾ വേറെ എവിടെയെങ്കിലും അൺകംഫർട്ടബിളായിട്ട് പോകും. അപ്പോൾ എങ്ങനെ അഴിമതി വരുന്നതെന്ന് ആദ്യം ചോദിച്ചതിലേക്ക് ഇതും വരുന്നുണ്ട്. അതുപോലെ ഈ പറയുന്ന മരുന്ന് കമ്പനികളൊക്കെ കൊടുക്കുന്ന പൈസ, അത് പറയുകയാണെങ്കിൽ ഇങ്ങനെ ബിജു പ്രഭാകർ സാറ് രാഷ്ട്രീയ നേതാവിൻ്റെ മകനാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പേപ്പട്ടി ഇവിടെ പട്ടിയെ കൊല്ലിക്കാത്തതിൻ്റെ കാരണം ഇന്ത്യയിലെ പോലെ പേപ്പട്ടി വിഷം പോകുന്ന ഒരു സ്ഥലവും ഇല്ല. അതിൻ്റെ ലാഭം അത്ര ഭയങ്കര. എത്ര പേര് പേപ്പട്ടി കഴിച്ച് മരിച്ചു എന്നല്ല, കമ്പനിക്ക് എത്ര കാശ് കിട്ടുമെന്നുള്ളതാണ്. അതിൻ്റെ വിഹിതം എല്ലായിടത്തും ചെല്ലും. ഹോസ്പിറ്റലിലെ മരുന്ന് പർച്ചേസ് ചെയ്യുന്ന ആളിനെ, അതായത് സ്റ്റാൻഡർഡൈസ്ഡ് കമ്പനികളുടെ പ്രോഡക്റ്റും അല്ലാത്തതുകൊണ്ട് അതിൻ്റെ തന്നെയുള്ള എല്ലാം ആയിട്ടുള്ള ഈ നമ്മൾ പറയുന്ന പോലെ ആയിട്ടുള്ളത് 80% വരെ മാർജിൻ തരുന്ന മരുന്ന് കമ്പനികളുണ്ട്. അപ്പോൾ അത് നോർമലായിട്ട് 10 തുടങ്ങി 15 വരെ തരുന്നതുണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് ഒരു കാലത്ത് ഹെൽത്ത് കെയറും പിന്നെ അതുപോലെ പിന്നെ ഡിവിനിറ്റി മതവും പരിശുദ്ധമായി നിന്ന് അത് 2 മാർക്കറ്റിംഗ് സ്ഥാപനങ്ങളായി. ഇതൊക്കെ കാണുമ്പം നമുക്ക് ധാർമ്മിക രോഷം കൊണ്ടിട്ട് കാര്യമില്ല.
അല്ല, നിയമം നിർമ്മിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ്. നിയമം ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല, നിയമം നടപ്പാക്കാത്തതുകൊണ്ടാണ്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞാൽ നമ്മൾക്കൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ കൊന്നു, എനിക്കൊന്നും അറിയില്ല, അയാളെ എത്തിച്ചാൽ 20 വർഷം കഴിയുമ്പോഴത്തേനും വരെ ഇത് കൊണ്ടുപോയിട്ട് പിന്നെ അയാളെ ആക്കുക. എന്തിനാ? കുറ്റം ചെയ്യുകയാണെങ്കിൽ ഗൾഫിലെയൊക്കെ പോലെ അന്നേരം തന്നെ അതിന് ശിക്ഷ കിട്ടിയാൽ ഇത്രയും പേര് ഇപ്പം കുറ്റം ചെയ്തവന് കാശുണ്ടെങ്കിൽ മുഴുവൻ കാശില്ലാത്തതിനാണ്. നിയമം ഇല്ലാത്തതുകൊണ്ടല്ല, നിയമം നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ധൈര്യപ്പെടാത്തതുകൊണ്ടാണ്. ഉദ്യോഗസ്ഥർ ധൈര്യപ്പെടാത്ത എന്താണെന്ന് ചോദിച്ചാൽ ആ ഉദ്യോഗസ്ഥന് സ്ഥാനചലനം വരുമായിട്ട്. ഇത്രയും വിഷ്യസായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ പുതുതായി ഒരു മാനേജ്മെന്റ് ഉത്തരവാദിത്തത്തിലേക്ക് വരുന്ന ഒരു ചെറുപ്പക്കാരന് സാർ എന്തായിരിക്കും ഉപദേശം കൊടുക്കുക? നമ്മൾ എന്ത് പറഞ്ഞാലും പുതിയതായിട്ട് വരുന്ന പിള്ളേരിൽ സിവിൽ സർവീസ് എഴുതാൻ താല്പര്യമുള്ള പിള്ളേരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരിക. പലരും എൻ്റെ വീട്ടിൽ തന്നെ അറിയാം. 1. 2, ഇന്നത്തെ പിള്ളേർ മുഴുവനും മൾട്ടിനാഷണൽ കമ്പനിയിൽ പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. 3, ഇന്നത്തെ പിള്ളേർക്ക് കഷ്ടപ്പെടാൻ അവരിഷ്ടപ്പെടുന്നില്ല. ഈസി രീതിയിലാണ് അവർ വളർന്നു വരുന്നത്. അപ്പോൾ അതിന് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇപ്പം കേരളത്തിൽ എന്ന് പറയുന്നത്, കേരളമാണ് ഒരു പക്ഷേ ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യൻ രാജ്യങ്ങളിലെ ഏറ്റവും അധികം നരച്ച സംസ്ഥാനം 2035 ആകാൻ പോകുന്നത്. കാരണം പഠിച്ച് വിദ്യാഭ്യാസമുള്ള ആരും ഇവിടെ ഇല്ല, എല്ലാവരും എക്സ്പോർട്ട് ചെയ്യപ്പെടും. അതെ, അങ്ങനെ വരുമ്പോഴത്തേന് ഇതാണ് കാര്യമായിട്ട് വരുന്നത്. ഇവിടെ റിസോഴ്സ് ഇല്ലായിട്ടല്ല. ഒരുപക്ഷെ സിംഗപ്പൂരിനെ കഴിഞ്ഞും ടൂറിസ്റ്റ് അട്രാക്ഷൻ ഭംഗിയാക്കാവുന്ന സ്ഥലം ഇത്. നമ്മുടെ വേമ്പനാട്ട് കായൽ എന്ന് പറയുന്ന കാശ്മീരിലെ ജലാശയത്തിനെ കഴിഞ്ഞ് സമ്പന്നമാക്കാം. പക്ഷേ ഇപ്പോഴും 2-2.5 അടി പ്ലാസ്റ്റിക് അടി കിടപ്പുണ്ട്. അതിപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയോട് പറയുകയാണ്, നിങ്ങൾ ഇതെടുത്തോ, എന്ത് വേണം എടുത്തിട്ട് പ്രോസസ്സ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അവരത് ചെയ്ത് അതിനകത്തുള്ള മൂല്യവർദ്ധിത സാധനങ്ങൾ മുഴുവൻ എടുത്തുന്നിരിക്കും, മീൻ മുഴുവൻ എടുത്തുന്നിരിക്കും. പക്ഷെ അന്നേരമാണ് കൊടുക്കുന്നവൻ കള്ളനാന്ന് പറഞ്ഞ് പ്രതിപക്ഷം വരുന്നത്. കാരണം എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവരും കണ്ടിട്ടില്ല, ഭരിക്കുന്ന വർഗത്തിനെ ഇറക്കിയിട്ട് അവർക്ക് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് ഇതൊരു എന്താ പറയുന്നത്, ഇതൊരു തരത്തിൽ നമ്മൾ അകപ്പെട്ടു പോയതാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ സാറിനൊരു ഉപദേശം എന്തായിരിക്കും ഒരു ചെറുപ്പക്കാരൻ? ഞാൻ ആദ്യം പറഞ്ഞതിനെ ഉപദേശിക്കാൻ പോയാൽ അവരെന്നെ അടിച്ചു കൊല്ലും. ഉപദേശം ആർക്കും ഇന്നത്തെ എൻ്റെ ഗ്രാൻഡ് ചിൽഡ്രൻ ഉപദേശം ഇഷ്ടമില്ല. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ അവരെന്നെ കെട്ടിപ്പിടിക്കുക, ഉമ്മ തരുമൊക്കെ ചെയ്യും. അവരോട് ഇന്നത് ചെയ്യാൻ പറഞ്ഞാൽ അവർ എങ്ങനെയും ഒഴിഞ്ഞു മാറും. ഉപദേശം കൊണ്ട് അവരില്ല. അവരെ സംബന്ധിച്ച് അതിന് പറയുകയാണെങ്കിൽ അത് എന്നെ പ്രേരിപ്പിച്ചാണ് ഈയിടെ അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, നിങ്ങൾ മതബോധനം നിർത്തിയിട്ട് സ്ട്രീറ്റിന് നടുക്കൊരു പന്തെടുത്ത് വെക്കുക. ആഫ്രിക്കയിൽ ചോദിച്ചാൽ എന്നിട്ട് പൊട്ടിയ, എന്നിട്ട് പിള്ളേരെ മക്കളെ വാടാ കളിക്കാൻ വന്ന് പറയാമെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് എന്നെ അവർ വരും. ആ കളിക്കുന്ന കൂടെ അവരോട് പറഞ്ഞ് ഒറ്റയടിക്കല്ല. അവർ അതിന് പദം വന്ന് നിങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്താൽ പോരാ, നിങ്ങളുമായിട്ട് ബോണ്ടിങ് വന്നു കഴിയും പറഞ്ഞു. അമ്മ പിണങ്ങുന്നതാണോ അപ്പൻ്റെ ശിക്ഷ കിട്ടുന്നതാണോ കൂടുതലൊരു കുഞ്ഞിനെ സ്വാധീനിക്കുന്നത്? അമ്മ പിണങ്ങിയിരുന്ന് കഴിഞ്ഞാൽ ഞാനിതൊന്ന് പോയി കാല് പിടിക്കും. ആ സ്നേഹത്തിൻ്റെ, ആ വാത്സല്യത്തിൻ്റെ അളവ് ഗുരുക്കന്മാർക്കും നേതാക്കൾക്കും എന്ന് വരുന്നോ അന്നേ ഉപദേശത്തിന് മൂല്യമുള്ളൂ. എങ്കിലും ഞാൻ മെൻറ്ററിങ് ചെയ്യുന്ന പിള്ളേരിലൊക്കെ തന്നെ അവരിപ്പോഴും വിളിക്കാറൊക്കെ ഉണ്ട്, അങ്ങനെയാണെന്ന് പറയാറുണ്ട്. അവരിൽ ചെറിയ പരിവർത്തനമായാലും വരാറുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന മാറ്റം വരും, അല്ലെ ലോകം നിലനിൽക്കുകയില്ല.